ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ 100ാമത്തെ സിനിമയായിട്ടുള്ള വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ സിനിമ ഒരു വിധത്തിലാണ് കാണാനായിട്ട് സാധിച്ചത്. കാരണം തൃശ്ശൂരിലെ മേജർ സെൻറ്ററുകളിൽ ഒന്നും തന്നെ സിനിമ ഉണ്ടായിരുന്നില്ല. എൻ്റെ ജോലി കഴിഞ്ഞ് 15 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ആമ്പല്ലൂരുള്ള ശ്രീലക്ഷ്മി സിനിമാസിലാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസൽഡ് ആയിട്ടില്ല എന്നുള്ള മെസ്സേജൊക്കെ നോക്കി ക്യാൻസൽഡ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ കാണാമെന്നാണ് പ്രതീക്ഷിച്ചത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടി ആളാവട്ടെ മോനെ, എന്നാൽ മാത്രമേ സിനിമ കാണാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ കഷ്ടിച്ച് 10 ആളായപ്പോൾ സിനിമ തുടങ്ങാമെന്ന് മനസ്സോടെ തിയേറ്റർ ഉടമ തീരുമാനിച്ചു. അങ്ങനെ സിനിമ കാണാനായിട്ടുള്ള അവസരമുണ്ടായി. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി എന്ന് വേണം പറയാനായിട്ട്. കാരണം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ എനിക്ക് ഇങ്ങോട്ട് കേൾക്കാനായിട്ട് പറ്റി. അതും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വോയിസിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഗുണപാഠമോ സാരാംശമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല. അടിപൊളി. എന്നാലോ എന്താ പറയണേ, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിൻ്റേതാണ് ഈ ലോകം. ആണ് പറയുന്നതൊക്കെ ഇവിടെ കേൾക്കണം. ആണിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിലൂടെ ഉദ്ദേശിച്ചെന്നുള്ളത്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അതല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇതൊരു മാനസിക ഒരു പ്രശ്നമുള്ള ഒരാളുടെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. തീർച്ചയായിട്ടും അവൻ്റെ ഭാഗത്ത് കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ട്, ഓക്കെ ഫൈൻ. ബട്ട് ഒരു ക്രിമിനലായിട്ട് കാണാതെ ആളെ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാവുന്നൊരു പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയിലെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകടനങ്ങൾ ഷൈൻ ടോം ചാക്കോ ആസ് യൂഷ്വൽ ഷൈൻ ടോം ചാക്കോ ആയിട്ട് തന്നെയാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചെങ്കിലും ബെറ്ററായിട്ട് തോന്നിയത് സ്വാസികയുടെയും അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണിയുടെയും പ്രകടനമായിരുന്നു. തീരെ മോശമായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് രണ്ടുപേരുടെയും എന്നുള്ളത് വ്യക്തമാണ്. ബട്ട് അവരുടെ പ്രകടനങ്ങൾ കൊണ്ട് കുറച്ചെങ്കിലും വാല്യൂ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. മാല പാർവതി, ജോണി ആൻ്റണി, അങ്ങനെ ഒരുപാട് താരനിരകൾ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരവിടെ ഉണ്ടെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് എടുത്തു പറയത്തക്ക വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ഥലത്ത് പോലും സിനിമ നമ്മളെ കണക്റ്റ് ആക്കുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് കമലിൻ്റെ സിനിമയാണെന്ന് കേട്ടപ്പോൾ മറ്റൊരു അത്ഭുതം കൂടി എനിക്ക് തോന്നി. കമലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ കോൺസെപ്റ്റ്, അദ്ദേഹം അതിനെ കാണിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കുറച്ചധികം ലേറ്റായിട്ടാണോ കാണിച്ചതെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ മുമ്പേ ഡിസ്കസ് ചെയ്യേണ്ട, മുമ്പേ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വേറൊരു ലേബലിലേക്ക് ആക്കി പ്രസൻറ്റ് ചെയ്തൊക്കെ പോലൊക്കെ തോന്നിയിരുന്നു. ഒരു വിധത്തിൽ സിനിമ കാണാനായിട്ട് പറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിധത്തിൽ സിനിമ അവസാനിച്ചിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് അവസാനം തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം OTT വരുമ്പോൾ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം. സോ ഇനി സിനിമയെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് അധികമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പറയാനായിട്ടുള്ളത്, പറ്റുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.